ഒരു അടിപൊളി ഐസ്ക്രീം കേക്ക് ഉണ്ടാക്കി നോക്കാം. ഡാർക്ക് ഫാൻറ്റസി, സ്ട്രോബെറി, ചോക്ലേറ്റ് കേക്ക് എന്നീ 3 കിഡിലൻ കോമ്പിനേഷനോട് കൂടിയ ഒരു സൂപ്പർ കേക്കാണിത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു ചോക്ലേറ്റ് കേക്കാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കാം. ആദ്യം അതിനായിട്ട് ഒരു മോൾഡ് എടുത്തിട്ട് അതിൽ ഒന്ന് എണ്ണ തൂവിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊന്ന് ഒഴിവാക്കിയെടുക്കുക. ഇപ്പോൾ മോൾഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ മൊത്തം 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ആദ്യം ഈ കപ്പിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ബാക്കി ഭാഗമൊക്കെ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് 1 കപ്പ് കറക്റ്റാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് അരിപ്പയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് തരികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കൊക്കോ പൗഡറിൻ്റെ ഒക്കെ. അതൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനും അതുപോലെ തന്നെ കേക്കിൽ തരികളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിത് 3 പ്രാവശ്യം തരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ ചൂടാക്കിയ പാത്രത്തിലേക്കാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഞാനിന്ന് അലൂമിനിയം പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ഒരുപോലെ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഈ സ്റ്റാൻഡിന് മുകളിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കേക്കിൻ്റെ മോൾഡ് വെക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗള് ക്ലീൻ ആയിരിക്കണം. ഒരു തരി വെള്ളം പോലും അതിൽ പാടില്ല. വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടായാൽ നമ്മുടെ മുട്ട ശരിയായ രീതിയിൽ ബീറ്റായി കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ബോൾ എടുക്കുന്ന സമയത്ത് അത് ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മുട്ട 4 ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡോളം ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൗഡർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൗഡർ ഷുഗർ ഇടുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക, ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇത് പതഞ്ഞ് പൊങ്ങി വരണം, അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ല, നന്നായിട്ട് ബീറ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മുമ്പേ നമ്മൾ അരിച്ചു വെച്ച പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബീറ്റർ മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഭാഗത്തേക്ക് മാത്രമേ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ആ രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കേക്ക് മോൾഡിലേക്ക് മാറ്റാം.
ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് ഒരു 40 to 50 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റോളം എടുത്തു ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ലെയറായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്കും 2 ലെയറാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു ലെയർ നമുക്ക് മാറ്റി വെക്കാം. മറ്റേ ലെയറിന് മുകളിൽ കേക്ക് ടിന് വെച്ചിട്ട് അതേ ഷേപ്പിൽ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ 2 കേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല, കാരണം നമ്മുടെ കേക്ക് കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് എടുക്കാം. സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ബാക്കി വരുന്ന കേക്കിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ്. ഇത് ഞാൻ 2 പാക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു പാക്കറ്റ് നമുക്ക് ഐസ്ക്രീമിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അതിനായിട്ട് ഒരു 5 ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് ഒരു സിപ്പർ ബാഗിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാനിവിടെ 500 ml വാനില ഐസ്ക്രീമും അതുപോലെ തന്നെ സ്ട്രോബെറി ഐസ്ക്രീമുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം വാനില ഐസ്ക്രീം എടുക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഡാർക്ക് ഫാൻറ്റസി ഉണ്ടല്ലോ ബിസ്ക്കറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഐസ്ക്രീം എടുക്കുന്ന സമയത്ത് അത് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് കട്ടയായാൽ നമുക്കത് ശരിയായ രീതിയിൽ കേക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനൊന്നൊരു ഇത്തിരി മാറ്റി വെക്കണം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മോൾഡൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ ലെയർ ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. ഒരേ അളവിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷമാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീമാണ് വേണ്ടത്. ഇതും നമ്മൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വെക്കണം. ഇതിലേക്ക് 3-4 സ്ട്രോബെറി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ട്രോബെറി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഐസ്ക്രീമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ച ഐസ്ക്രീം എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് ചില ഭാഗങ്ങളിൽ ഹോള് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത സമയത്ത് ബാക്കി വന്നിരുന്ന കേക്കിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്കിങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മുടെ
കേക്ക് വലുതായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കേക്ക് മോൾഡ് ചെറുതായതുകൊണ്ട് ഇത് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മോൾഡ് വലുതാണെന്നുണ്ടെങ്കിൽ ഇതേ കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി ഇത് സെറ്റാവാൻ വേണ്ടി കുറച്ച് നേരം ഫ്രീസറിലേക്ക് വെക്കാം. കുറച്ച് നേരം ഇതൊന്നങ്ങ് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഡാർക്ക് ഫാൻറ്റസിയും അതുപോലെ തന്നെ സ്ട്രോബെറിയും വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡാർക്ക് ഫാൻറ്റസി ഒരു 4-5 ബിസ്ക്കറ്റ് എടുത്തിട്ട് നടുവൊന്ന് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ സ്ട്രോബെറിയും 4 പീസാക്കി, ഒരു സ്ട്രോബെറി 4 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിനായിട്ട് ഞാനൊരു കപ്പ് താഴെ വെച്ചിട്ട് അതിന് മുകളിലാണ് കേക്ക് ടിന്ന് വെച്ചിട്ടുള്ളത്. ഇനി ഇത് മെല്ലെ ഒന്ന് എടുത്ത് മാറ്റി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡാർക്ക് ഫാൻറ്റസി ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ഡാർക്ക് ഫാൻറ്റസിയുടെയും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെയും ആ ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിച്ച് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.